കാറ്റത്തെ കിളിക്കൂടിൻ്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആട്ടോ ഇന്ന് പറയുന്നത്. അങ്ങനെ നിധി ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്താണ് നികേഷിൻ്റെ അമ്മയെ വഴിക്ക് വെച്ച് കാണുന്നത്. അവൾ ഓടിച്ചെന്ന് അവരോട് ചോദിക്കുകയാണ്, നികേഷിൻ്റെ അമ്മയല്ലേ, നിങ്ങളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഒരുപാട് നാളായിട്ട് നിങ്ങളെ കാണണമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ ചോദിക്കുകയാണ്, എന്താ ചോദിക്കാനുള്ളത്? അത് നികേഷിൻ്റെ അച്ഛനെ പറ്റിയാണ്. ഭാസ്കരൻ അങ്കിള് നിങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നതല്ലേ ആ വീട്ടിലോട്ട്? നികേഷിന്റെ അച്ഛൻ ഭാസ്കരൻ അങ്കിളല്ലേ? അത് കേൾക്കുമ്പോൾ ആ സ്ത്രീ പറയുകയാണ്, ആരാ കുട്ടി നിന്നോട് പറഞ്ഞത് നികേഷിന്റെ അച്ഛൻ ഭാസ്കരനാണ് എന്ന്? നികേഷിന്റെ അച്ഛൻ ഭാസ്കരനല്ല. ഇത് കേൾക്കുമ്പോൾ വലിയ ഞെട്ടലോടുകൂടി നിധി ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ ഈ പറയുന്നത്? നികേഷിന്റെ അച്ഛൻ ഭാസ്കരൻ അങ്കിൾ അല്ല എന്നോ? നികേഷിന്റെ അമ്മ നിങ്ങളാണെന്ന് എനിക്കറിയാം, പക്ഷേ നികേഷിന്റെ അച്ഛൻ എന്താ നിങ്ങൾ ഈ പറയുന്നത്? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എങ്കിൽ പിന്നെ ആരാണ് നികേഷിൻ്റെ അച്ഛൻ? അപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, നികേഷിൻ്റെ അച്ഛൻ എന്തായാലും ഭാസ്കരനല്ല. ഭാസ്കരൻ എൻ്റെ ഭർത്താവുമല്ല. നിങ്ങളുടെ ഭർത്താവുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയാണ്, അല്ല, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നികേഷിൻ്റെ അച്ഛൻ ഭാസ്കരനല്ല, ഞാൻ അയാളുടെ ഭാര്യയുമല്ല എന്ന്. എങ്കിൽ പിന്നെ നികേഷിൻ്റെ അച്ഛൻ ആരാ? അതുകൂടെ നിങ്ങൾ പറഞ്ഞിട്ട് പോ എന്ന് പറയുമ്പോൾ ആ സ്ത്രീയുടെ ഫോണിലേക്ക് മറ്റൊരാൾ വിളിക്കുകയാണ്. അപ്പോൾ അവർ പറയുകയാണ്, എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞില്ലേ എനിക്കിത് മാത്രമേ ഉള്ളൂ. ആ വീട്ടിൽ നികേഷിനെ കൊണ്ടാക്കിയതിന് ശേഷം ഞാൻ മറ്റൊരിടത്തേക്ക് പോവുകയായിരുന്നു. ഇതിൽ കൂടുതലൊന്നും എന്നോട് നീ ചോദിക്കുകയും വേണ്ട, ഞാൻ പറയേയില്ല. അത്രയും പറഞ്ഞതിന് ശേഷം ആ സ്ത്രീ ദേഷ്യത്തോടു കൂടി അങ്ങ് പോവുകയാണ്. നിധി അതേ സ്പീഡിൽ തന്നെ വീട്ടിലേക്ക് വരുന്നുണ്ട്. പുറത്ത് പഴയ ഫോട്ടോയും നോക്കിയിരിക്കുന്ന ഭാസ്കരന്റെ അടുത്തേക്ക് നിധി ഓടി വന്നിട്ട് ആ ഫോട്ടോ മാറ്റിവെച്ചതിന് ശേഷം പറയുകയാണ്, അച്ഛൻ ഇപ്പോൾ എൻ്റെ കൂടെ വരണോ എന്ന്. അപ്പോൾ ഭാസ്കരൻ ചോദിക്കുകയാണ്, എന്താ മോളെ, എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ മോളെ? നീ എന്താ പേടിച്ചതുപോലെ? അല്ല അച്ഛനോട് എനിക്കൊരു കാര്യം ചോദിക്കണം. അത് ഇവിടെ വെച്ച് നടക്കില്ല. അച്ഛൻ എൻ്റെ കൂടെ ഇപ്പോൾ വന്നേ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമൊക്കെ ഭാസ്കരൻ എതിർക്കാൻ ശ്രമിച്ചുവെങ്കിലും അവസാനം നിധിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഭാസ്കരൻ നിധിയുടെ കൂടെ പോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്താ മോളെ നിനക്ക് അറിയേണ്ട കാര്യം? എന്നോട് നികേഷിന്റെ കാര്യങ്ങൾ മാത്രം ചോദിക്കരുത്. അപ്പോൾ നിധി പറയുന്നുണ്ട്, അത് മാത്രമേ എനിക്ക് അച്ഛനോട് ചോദിക്കാനുള്ളൂ, മറ്റൊന്നുമില്ല. ആ ഒരു കാര്യത്തിന് അച്ഛൻ എനിക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം തരണം. അങ്ങനെ വീട്ടിൽ നിന്നും മറ്റാരും കാണാതെയാണ് നിധിയും ഭാസ്കരനും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്. പക്ഷേ ഇത് സുഭാഷ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ മറ്റൊരു സ്ഥലത്തെത്തിയതിന് ശേഷം നിധി ചോദിക്കുകയാണ്, നികേഷിൻ്റെ അച്ഛനല്ലേ എന്നോട് ആ നികേഷിൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞിരുന്നു. ഞാൻ അവരെ വഴിക്ക് വെച്ച് കണ്ടിരുന്നു. എന്താ ഇതിലെന്ത് സത്യമാണുള്ളത്? അച്ഛൻ തന്നെ അത് പറയണം. അവർ പറയുന്നത് നികേഷിൻ്റെ അച്ഛൻ ഭാസ്കരനല്ല എന്നാണ്. പിന്നെ ആരാണ് നികേഷിൻ്റെ അച്ഛൻ? അപ്പോൾ നികേഷിൻ്റെ അച്ഛനും അമ്മയും വേറെയാണോ? നിങ്ങളുമായിട്ട് നികേഷിന് യാതൊരു ബന്ധവും ഇല്ലേ? ഇതറിയുമ്പോൾ നികേഷിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പോൾ അവൻ്റെ അമ്മ മാത്രം വേറെയാണ് എന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവൻ്റെ അച്ഛനും നിങ്ങളല്ല എന്നറിയുമ്പോൾ അവൻ്റെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് ചിന്തിക്കാൻ കൂടെ കഴിയുന്നില്ല അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, എന്തിനാ മോളെ നീ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഈ കാര്യം ഒരിക്കലും അവൻ അറിയാൻ പോകുന്നില്ല. അപ്പോൾ ഇതൊക്കെ ശരിയാണോ? അപ്പോൾ ആരാ അതൊന്നും എനിക്കറിയില്ല മോളെ. പിന്നെ എങ്ങനെയാ ആ സ്ത്രീ അച്ഛൻ്റെ വീട്ടിലേക്ക് വന്നത്? അത് ഒരു നീണ്ട കഥയാണ് മോളെ. എനിക്കതൊന്നും ഓർക്കാൻ കൂടെ കഴിയുന്നില്ല. അതൊക്കെ ഞാൻ മറന്നു കളഞ്ഞതാ. ഇല്ല എന്നോടത് പറയണം. എനിക്ക് അറിഞ്ഞേ മതിയാവും. പിന്നെ അച്ഛൻ ആ സ്ത്രീയെ കല്യാണം കഴിച്ചിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് അവർ ഇങ്ങോട്ടേക്ക് വന്നത്? അത് മോളെ, പണ്ട് ഞാൻ ലോറി ഡ്രൈവറായിരുന്നു എന്ന്. പണ്ടല്ല, ഇപ്പോഴും ലോറി ഡ്രൈവറാണോ എന്ന് നിനക്കറിയാമല്ലോ. പണ്ടൊക്കെ ചരക്കുമായിട്ട് പല പല സ്ഥലങ്ങളിൽ, ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ ഞാൻ പോവുമായിരുന്നു. അവിടെയൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് നാട്ടിലെ ഭക്ഷണം ഒരുപാട് മിസ് ചെയ്യും. എൻ്റെ ഭാര്യ ഉണ്ടാക്കി തരുന്ന ഭക്ഷണങ്ങളെല്ലാം എനിക്ക് ഒരുപാട് മിസ് ചെയ്യും. പക്ഷേ അവിടെയൊക്കെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണ്ടേ മോളെ? അപ്പോൾ ഞാൻ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പല പല സ്ഥലങ്ങളിലും കയറിയിറങ്ങും. എനിക്ക് നല്ല ഭക്ഷണം എങ്ങനെയെങ്കിലും കഴിക്കണം. അതിന് വേണ്ടിയിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഞാൻ 1-2 കടകൾ വീതം കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു കടയിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴാണ് ഞാൻ നികേഷിൻ്റെ അമ്മയെയും നികേഷിനെയും അവൻ്റെ അച്ഛനെയും പരിചയപ്പെടുന്നത്. അന്നൊക്കെ അവർ വളരെ സ്നേഹത്തോടു കൂടിയാണ് എന്നോട് പെരുമാറിയിരുന്നത്. അവരുടെ കുടുംബജീവിതം കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. അന്ന് നികേഷ് കൈക്കുഞ്ഞായിരുന്നു. അവൻ്റെ ആ പുഞ്ചിരി ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നതിന് ശേഷം വീണ്ടും 1-2 ആവശ്യങ്ങൾക്കായിട്ട് എനിക്ക് അങ്ങോട്ടേക്ക് പോവേണ്ടി വന്നു. അതും അവരുടെ കടയിൽ തന്നെ ഞാൻ ഭക്ഷണത്തിനായി പോയി. അന്നാണ് ഞാൻ അറിയുന്നത് നികേഷിൻ്റെ അച്ഛൻ മരിച്ച കാര്യം. നികേഷിൻ്റെ അമ്മയും നികേഷും മാത്രമായിരുന്നു ആ കടയിലുണ്ടായിരുന്നത്. അന്നൊക്കെ ഞാൻ
ഞാൻ വിചാരിച്ചിരുന്നത് അവരുടെ സഹായത്തിനായിട്ട് ബന്ധുക്കളോ ആരെങ്കിലും ഒക്കെ കാണുമെന്നായിരുന്നു. പക്ഷേ അവർ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് എന്നോട് ആ സത്യം തുറന്നു പറഞ്ഞത്. അവർ കൂടെ ആരുമില്ല, അവരൊറ്റയ്ക്കാണ് താമസിക്കുന്നത് എന്ന്. വളരെ ബുദ്ധിമുട്ടാണ് കടയൊക്കെ നോക്കിക്കൊണ്ട് പോവാനെന്ന്. അതിനിടയിലാണ് ഒരാൾ അവരെ നിരന്തരം ശല്യം ചെയ്യാറുണ്ടായിരുന്നു. അയാൾക്ക് അവളെ കല്യാണം കഴിക്കണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. പക്ഷേ നികേഷിന്റെ അമ്മയ്ക്ക് അതൊട്ടും താല്പര്യമില്ല. ആരും സഹായിക്കാനില്ലാത്തത് കൊണ്ട് അവരെന്നോട് കരഞ്ഞ് അപേക്ഷിച്ചു, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, എൻ്റെ മകനെയും കൂട്ടി എനിക്ക് മറ്റൊരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകണം, അവിടെ ഞാൻ എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് എൻ്റെ മകനെ വളർത്തിക്കോളാമെന്ന്. അങ്ങനെ അവരുടെ കഷ്ടപ്പാട് കണ്ട് സഹിക്കവയ്യാതെയാണ് ഞാൻ അവരെ എങ്ങനെയെങ്കിലും സഹായിക്കാമെന്ന് കരുതി അവരെ എൻ്റെ ലോറിയിൽ കയറ്റി നാട്ടിലേക്ക് കൊണ്ടുവന്നത്. നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ വഴിക്ക് വെച്ച് തന്നെ എൻ്റെ ബന്ധുക്കളെല്ലാവരും അവരെ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ മറ്റൊരു കഥ മെനഞ്ഞൊടുക്കി. ഞാൻ അവരെ കല്യാണം കഴിച്ചു, അവരെൻ്റെ കാമുകിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ അന്ന് അവിടെ നാട്ടിൽ മൊത്തം പരത്തിയത്. അങ്ങനെ ഞാൻ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പക്ഷേ ഞാൻ നാട്ടുകാരെ ആരെയും മൈൻഡ് ചെയ്തിരുന്നില്ല. എല്ലാവരും പറഞ്ഞത് ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നതിന് ശേഷം മറ്റൊരുത്തിയെ കൊണ്ടുവന്നു എന്നാണ്. ഞാൻ അവരെ ഒന്നും പറഞ്ഞ് ബോധിപ്പിക്കാനോ ഒന്നിനും തന്നെ ശ്രമിച്ചിരുന്നില്ല. അച്ഛാ, ഇതൊക്കെ ഉള്ളതാണോ അച്ഛാ? എനിക്കിതൊന്നും കേട്ടിട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അച്ഛൻ ഈ കാര്യങ്ങളൊന്നും മറ്റാരോടും പറഞ്ഞിട്ടില്ലേ അച്ഛാ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, ഇല്ല മോളെ, ഞാൻ ആരോടും ഈ കഥകളൊന്നും പറഞ്ഞിട്ടില്ല. അച്ഛാ, സുഭാഷ് ഏട്ടനൊന്നും ഈ കഥ അറിയില്ലേ? എനിക്കതൊന്നും അറിയില്ല മോളെ. അവർക്കറിയില്ലായിരിക്കും. അറിഞ്ഞിരുന്നെങ്കിൽ ഈ കഥ നിന്നോട് പറയില്ലായിരുന്നോ? ശരിയാ അച്ഛാ, സുഭാഷ് ഏട്ടനൊന്നും ഈ കഥയെപ്പറ്റി ഒന്നും അറിയില്ലായിരിക്കും. അറിയാമെങ്കിൽ സുഭാഷ് ഏട്ടൻ നികേഷിൻ്റെ അമ്മയെ ഞാൻ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന സമയത്ത് തന്നെ എല്ലാ കഥകളും എന്നോട് തുറന്നു പറഞ്ഞേനെ. പാവം, നിങ്ങളാരും അവൻ്റെ സ്വന്തമല്ല എന്നറിയുമ്പോൾ അവൻ എങ്ങനെയായിരിക്കും അച്ഛാ പ്രതികരിക്കുന്നത്? അപ്പോൾ വീണ്ടും ഭാസ്കരൻ പറയുന്നുണ്ട്, മോളെ, നീ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കരുത്. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. അവൻ ഇപ്പോഴും എൻ്റെ മകൻ തന്നെയാണ്. ഞാൻ അങ്ങനെ കണക്കാക്കിയിട്ടുള്ളൂ. പിന്നെ എങ്ങനെയാച്ചാ ആ സ്ത്രീ ഇവിടെ നിന്നും പോയത്? അതച്ഛൻ പറഞ്ഞില്ലല്ലോ മോളെ. അത് ഇവിടെ വന്നതിന് ശേഷം വീണ്ടും അവളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് അവിടെ ശല്യപ്പെടുത്തിയവൻ ഇവിടെയും എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെയും വന്ന് അവളെ ശല്യപ്പെടുത്തി. പക്ഷെ ആ സമയത്ത് എന്തോ അവൾക്ക് അവനോടൊരിഷ്ടമുള്ളതുപോലെ എനിക്ക് തോന്നി. ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവളെ കാണാനില്ല. അന്ന് എനിക്ക് മനസ്സിലായി അവൾ നികേഷിനെ ഉപേക്ഷിച്ചതിന് ശേഷം അയാളുടെ കൂടെ ഇറങ്ങിപ്പോയി എന്ന്. നികേഷ് ആ സമയത്തൊക്കെ ഒരുപാട് കരച്ചിലായിരുന്നു. അതിനുശേഷം അവൻ പതിയെ പതിയെ അവൻ്റെ ഏട്ടന്മാരോടൊപ്പം കളിക്കാൻ തുടങ്ങി. അവർക്കും അങ്ങനെ തന്നെയായിരുന്നു. അവരുടെ ഒരു കുഞ്ഞനുജൻ. അവരല്ലാതെ അവനെ മറ്റൊരു കണ്ണിൽ കണ്ടിട്ടേയില്ല. അങ്ങനെ അവർ 4 പേരും വളർന്നു, എൻ്റെ മക്കളായിട്ട് വളർന്നു. ഞാനും എന്നെ അച്ഛാന്ന് വിളിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. നിന്റെ അച്ഛനല്ല ഞാനെന്ന് എനിക്ക് ഒരിക്കൽ പോലും അവനോട് പറയാൻ തോന്നിയില്ല. അവൻ അത് അറിയണ്ട എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ അവനും എൻ്റെ മകനായി മാറി. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിധിയുടെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു തുളുമ്പുന്നുണ്ട്. എന്നിട്ട് അവൾ കൈ കൂപ്പിക്കൊണ്ട് ഭാസ്കരനോട് പറയുന്നുണ്ട്, അച്ഛാ, മാപ്പ്. ഈ കാര്യങ്ങളൊന്നും അറിയാതെയാണ് അച്ഛാ ഞാൻ അച്ഛനെ ഒരുപാട് തെറ്റിദ്ധരിച്ചത്. അച്ഛാ, എന്നോട് ക്ഷമിക്കണം. അച്ഛൻ്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു മനുഷ്യനുണ്ടായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ. അയ്യോ മോളെ, അതൊന്നും സാരമില്ല. നീ കാര്യങ്ങളൊന്നും അറിയാതെയല്ലേ സംസാരിച്ചത്. ഇതുപോലെ എത്രയോ ഞാൻ കേട്ടിരിക്കുന്നു. ഓരോരുത്തരും എന്നെ കുറ്റപ്പെടുത്തിയപ്പോഴും ഞാൻ ആരെയും തിരുത്താൻ പോയില്ല. ഞാൻ എന്താണോ ചെയ്തത്, എൻ്റെ ശരി എന്താണോ അതായിരുന്നു എനിക്ക്. അല്ലാതെ ഞാൻ മറ്റൊരാൾക്ക് എന്താണോ എന്നുള്ള കാര്യമൊന്നും പറഞ്ഞ് തിരുത്തി കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിച്ചില്ല മോളെ. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഈ കാര്യങ്ങളൊന്നും നീ ഒരിക്കലും മറ്റൊരാളോട് തുറന്നു പറയരുത്. എങ്കിലും അച്ഛാ, ഞാൻ എന്തുമാത്രം അച്ഛനെ കുറ്റപ്പെടുത്തി. നികേഷിൻ്റെ അമ്മയെ അന്ന് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നപ്പോഴും ഞാൻ എന്തെല്ലാം അച്ഛനെ പറഞ്ഞ് വേദനിപ്പിച്ചു. അച്ഛൻ അപ്പോഴെങ്കിലും എന്നോടൊന്ന് തുറന്നു പറയാമായിരുന്നില്ലേ എന്താണ് ശരിയെന്നുള്ള കാര്യം? ഞാൻ അതൊന്നും അറിയാതെ അച്ഛനെ എന്തോരം കുറ്റപ്പെടുത്തി. എനിക്കതൊന്നും ആലോചിച്ചിട്ട് സഹിക്കാൻ കഴിയുന്നില്ല അച്ഛാ. അപ്പോൾ ഭാസ്കരൻ വീണ്ടും പറയുന്നുണ്ട്, മോളെ, അതൊന്നും സാരമില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ. അതൊക്കെ വിട്ടുകള. നീ ഒരു കാര്യവും അറിയാതെയല്ലേ ഇങ്ങനെ ദേഷ്യപ്പെട്ടത്. അതിൽ എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല. നിന്നോട് എനിക്ക് ഒരു ദേഷ്യവും ഇല്ല മോളെ. നീ എൻ്റെ മോള് തന്നെയല്ലേ. നിന്നെ ഞാൻ അങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ. പിന്നെ എന്താ, നികേഷും എൻ്റെ മകൻ തന്നെയാ. ഞാൻ അവനെ അല്ലാതൊരു കണ്ണിൽ കണ്ടിട്ടേയില്ല. കുഞ്ഞുനാൾ മുതൽ ഞാൻ അവനെ കാണുന്നതല്ലേ. ഇപ്പോൾ അവന് അവൻ്റെ അച്ഛൻ ഞാനാണെന്നെങ്കിലും ഒരു വിചാരമുണ്ട്. പക്ഷേ അവൻ്റെ അമ്മ അതല്ല എന്ന് അറിഞ്ഞപ്പോൾ നീ കണ്ടില്ലേ അവൻ്റെ ഒരു സങ്കടം. അപ്പോൾ ഞാൻ കൂടെ അവൻ്റെ അച്ഛനല്ല എന്നറിയുമ്പോൾ അവൻ എങ്ങനെയായിരിക്കും അതിനെ ഉൾക്കൊള്ളുക എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാ മോളെ ഞാൻ ആ ഒരു സത്യം ഇതുവരെ അവനോട് തുറന്നു പറയാത്തത്.
ഇപ്പോൾ അവന് ദേഷ്യപ്പെടാനെങ്കിലും അവന് സ്വന്തമായിട്ട് ഒരച്ഛനുണ്ട്, അതും ഞാനല്ല മറ്റെവിടെയോ ഉള്ള ഒരാളാണ് എന്നറിയുമ്പോൾ അവന് താങ്ങാൻ കഴിയില്ല മോളെ. അതുകൊണ്ട് ഒരിക്കലും മോള് ഈ കാര്യങ്ങൾ നികേഷിനെ അറിയിക്കരുത്. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, ഞാൻ കാരണം ഒരു ദിവസം പോലും നികേഷ് വേദനിക്കില്ല. ഈ സത്യങ്ങളൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. അങ്ങനെ രണ്ടുപേരും തിരിഞ്ഞ് നടക്കുകയാണ്. ആ സമയത്ത് ഭാസ്കരൻ പോയി കഴിഞ്ഞു വീട്ടിലേക്ക്. നിധി അവിടെ നിൽക്കുന്ന സമയത്താണ് സുഭാഷിനെ കാണുന്നത്. അപ്പോൾ നിധി വളരെ ഒരു മുഖമൊക്കെ അങ്ങ് വല്ലാതെ പരിഭ്രമിച്ചിട്ടാണ്, എന്താ സുഭാഷ് ഏട്ടാ, എന്താ ഇവിടെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ സുഭാഷിൻ്റെ മുഖത്തും ആ ഒരു സങ്കടമുണ്ട്. സുഭാഷ് പറയുന്നുണ്ട്, മോളെ, നിങ്ങൾ വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ പിന്തുടർന്ന് വന്നതാണ്. അപ്പോൾ നിധി ചോദിക്കുകയാണ്, സുഭാഷ് ഏട്ട വന്നിട്ട് ഒത്തിരി നേരമായോ, അതോ ഇപ്പോൾ വന്നതേ ഉള്ളൂ സുഭാഷ് ഏട്ടാ? ഇല്ല മോളെ, ഞാൻ കുറച്ച് നേരമായി വന്നിട്ട്. ഇവിടെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടു. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല മോളെ. സുഭാഷ് ഏട്ടന് ഈ കാര്യങ്ങൾ അറിയാമായിരുന്നോ? ഇല്ല മോളെ, എനിക്ക് ഈ കാര്യങ്ങൾ അറിയില്ലായിരുന്നു. കുറേയൊക്കെ അറിയാം, പക്ഷേ ബാക്കിയുള്ള എന്തൊക്കെയാണെന്നുള്ള കാര്യം ഇപ്പോൾ അച്ഛൻ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. എനിക്കറിയില്ലായിരുന്നോ മോളെ? സുഭാഷ് ഏട്ടാ, പാവം അച്ഛൻ, എന്തുമാത്രം നമ്മൾ കുറ്റപ്പെടുത്തി അച്ഛനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ്. അതെല്ലാം ഇപ്പോൾ ആലോചിച്ചിട്ട് വല്ലാതെ നെഞ്ചൊക്കെ അങ്ങ് പൊട്ടിപ്പോകുന്നത് പോലെ സുഭാഷ് ഏട്ടാ. അതേ മോളെ, എനിക്കും അങ്ങനെ തന്നെയാണ്. നികേഷിൻ്റെ അമ്മ നമ്മുടെ അമ്മ അല്ല എന്ന് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു. അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ ഒരു സ്ത്രീയെയും നികേഷിനെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നു. അന്ന് നമ്മൾ കരുതിയത് അച്ഛൻ ആ സ്ത്രീയെ ഇഷ്ടപ്പെട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതായിരിക്കുമെന്നാണ്. അതിലുള്ള മകനായിരിക്കും നികേഷ് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ സുഭാഷ് ഏട്ടാ, അമ്മയെ അച്ഛൻ കൊന്നതാണോ? ഒരിക്കലും അല്ല മോളെ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുമില്ല. അച്ഛൻ ഒരിക്കലും അമ്മയെ കൊല്ലാൻ കഴിയില്ല, അതെനിക്കറിയാം. ഒരിക്കൽ പോലും അച്ഛൻ അമ്മയോട് ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. എന്തൊരു സ്നേഹമായിരുന്നു അന്നൊക്കെ. പക്ഷേ അതിനിടയ്ക്ക് എന്തൊക്കെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഒറ്റ കാര്യം എനിക്ക് ഉറപ്പാണ്, അച്ഛൻ ഒരിക്കലും അമ്മയെ കൊല്ലില്ല. അന്ന് അച്ഛൻ വരുന്ന സമയത്ത് അമ്മ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് അച്ഛനാണ് അമ്മയെ കൊലപ്പെടുത്തിയതെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അന്ന് എനിക്ക് കറക്റ്റ് 10 വയസ്സ്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ മുത്തശ്ശി ഉണ്ടായിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ മുത്തശ്ശിയും മരിച്ചുപോയി. പിന്നെ കുടുംബ പ്രാരാബ്ധങ്ങളായി. എൻ്റെ അനിയന്മാരെ വളർത്താൻ വേണ്ടി ഞാൻ പഠിത്തം ഉപേക്ഷിച്ചു, ജോലിക്ക് പോയി. ആ കുഞ്ഞുനാളിൽ തന്നെ ഞാൻ പൈസ സമ്പാദിച്ചു തുടങ്ങി. പിന്നെ എൻ്റെ ലോകവും സ്വപ്നവും എല്ലാം എൻ്റെ സഹോദരങ്ങളായിരുന്നു. അവരെ പഠിപ്പിക്കണം, നല്ല വിദ്യാഭ്യാസം നേടിക്കൊടുക്കണം, അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം. അങ്ങനെ ഞാൻ പാചകവും ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ കേൾക്കുമ്പോൾ നിധി പൊട്ടി പൊട്ടി കരയാണ്. സുഭാഷ് ഏട്ടാ, അച്ഛൻ്റെയും സുഭാഷ് ഏട്ടൻ്റെയൊക്കെ മനസ്സിൽ ഇത്ര അധികം നന്മയുണ്ടായിരുന്നോ സുഭാഷ് ഏട്ടാ? എനിക്ക് ഇതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ എന്തൊരു പാവ മനുഷ്യനാണ് സുഭാഷ് ഏട്ടാ. നിങ്ങളുടെ ഒരു കൂടപ്പറപ്പായി ജനിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ സങ്കടം. എന്തിനാ മോളെ അങ്ങനെ നീ പറയുന്നത്? നീ ഇപ്പോൾ നമ്മുടെ കൂടപ്പിറപ്പ് തന്നെയല്ലേ. എൻ്റെ സ്വന്തം പെങ്ങളായിട്ടേ ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ. പിന്നെ എന്താ ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലും പെരുമാറാൻ കഴിയുമോ സുഭാഷ് ഏട്ടാ? സ്വന്തം അനിയനല്ല എന്ന് വിചാരിച്ചിട്ടും സ്വന്തം അനിയനെ പോലെ തന്നെ സ്നേഹിക്കുക, അവന് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കുക, അങ്ങനെയൊക്കെ ലോകത്ത് ആർക്കെങ്കിലും സാധിക്കുമോ സുഭാഷ് ഏട്ടാ? എന്താ മോളെ, എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? നമ്മളെല്ലാവരും മനുഷ്യരല്ലേ. അവൻ നമ്മുടെ കുഞ്ഞനുജൻ തന്നെയാ. ഞാൻ അങ്ങനെ അവനെ കണ്ടിട്ടുള്ളൂ. പോട്ടെ, അതൊന്നും സാരമില്ല. ഇനി ഇതൊന്നും ആരോടും പറയരുത് മോള്. ഇതൊക്കെ മനസ്സിൽ തന്നെ വച്ചേക്കണം കേട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, അതെ ഏട്ടാ, ഞാനിതൊന്നും ആരോടും പറയില്ല. അതെ, അവൻ നമ്മുടെ കുഞ്ഞനിയൻ തന്നെയാ. നിങ്ങളുടെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അസൂയ തോന്നുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് സുഭാഷിൻ്റെ തോളിലേക്ക് ചാഞ്ഞു കിടന്ന് പൊട്ടി പൊട്ടി കരയുകയാണ് നിധി. അവളെ ആശ്വാസപ്പെടുത്തി രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.